വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-ഉം കോൺഗ്രസും ഏറെ പ്രതീക്ഷ വെച്ചു പുലർത്തുന്ന ജില്ലകളിലൊന്നാണ് കൊല്ലം. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ ഒരു മുന്നേറ്റമാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം നോക്കുകയാണെങ്കിൽ LDF-ന് വലിയ അപ്രമാദിത്വം നൽകിയ തെരഞ്ഞെടുപ്പായിരുന്നു അന്ന് കടന്നുപോയത്. സംസ്ഥാന വ്യാപകമായിട്ട് തന്നെ LDF-ന്റെ ഒരു തരംഗം കണ്ട തെരഞ്ഞെടുപ്പായിരുന്നു 2016-ലെയും 2021-ലെയും. ആ ഒരു തരംഗത്തിന് ഒപ്പമാണ് കൊല്ലം ജില്ലയും നീങ്ങിയത്. കൊല്ലം ജില്ലയുടെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ പരമ്പരാഗതമായിട്ട് തന്നെ LDF-ന് മേൽക്കൈയുള്ള മേധാവിത്വമുള്ള ഒരു ജില്ലയാണ്. കശുവണ്ടി തൊഴിലാളികൾ ഒപ്പം തന്നെ മത്സ്യത്തൊഴിലാളികളൊക്കെ ധാരാളമുള്ള ഒരു ജില്ല. തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങള് സ്വാധീനമുള്ള ഒരു ജില്ലയാണ്. തൊഴിലാളികൾ ഏറ്റവും അധികമുള്ള ഒരു ജില്ലകളിൽ ഒന്നാണ് കൊല്ലം. കൊല്ലം ജില്ലയിൽ 11 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. ഈ 11 നിയമസഭാ മണ്ഡലങ്ങൾ 3 ലോക്സഭാ മണ്ഡലങ്ങളിലായിട്ട് പരന്നു കിടക്കുകയാണ്. അത് കൊല്ലം, ഒപ്പം തന്നെ ആലപ്പുഴ, മറ്റൊന്ന് മാവേലിക്കര എന്നീ 3 ലോക്സഭാ മണ്ഡലങ്ങളിലായിട്ടാണ് കൊല്ലത്തെ 11 നിയമസഭാ മണ്ഡലങ്ങൾ കിടക്കുന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരികയാണെങ്കിൽ ആകെയുള്ള 11-ൽ 9 സീറ്റുകളിലും LDF ആണ് വിജയിച്ചത്. UDF-ന് ജയിക്കാനായത് 2 സീറ്റുകൾ മാത്രമാണ്. അത് കോൺഗ്രസിന്റെ ടിക്കറ്റിലായിരുന്നു. അത് കരുനാഗപ്പള്ളിയും കുണ്ടറയുമാണ്. അതിന് തൊട്ടു മുൻപ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം നടക്കുന്നതിനും ഏതാണ്ട് 5-6 മാസം മുൻപ് നടന്ന 2020 തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം കൂടി നമുക്കൊന്ന് വിശകലനം ചെയ്യണം. 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിലും LDF-ന്റെ ഒരു അപ്രമാദിത്വമാണ് കൊല്ലം ജില്ലയിൽ കാണാൻ കഴിഞ്ഞത്. ആകെയുള്ള 68 പഞ്ചായത്തുകളിൽ 44-ഉം LDF ആണ് വിജയിച്ചത്. UDF-ന് 17 പഞ്ചായത്തുകളിൽ മാത്രമാണ് വിജയിക്കാൻ കഴിഞ്ഞത്. 11 ബ്ലോക്ക് പഞ്ചായത്തുകളുണ്ട്. അതിൽ 10 LDF നേടിയപ്പോൾ UDF-ന്റെ അക്കൗണ്ടിലുള്ളത് 1 മാത്രം. മുനിസിപ്പാലിറ്റികൾ 4 അതിൽ 3 LDF നേടി, 1 മാത്രമാണ് UDF-ന് സ്വന്തമാക്കാൻ കഴിഞ്ഞത്. ഒരു കോർപ്പറേഷൻ കൊല്ലം കോർപ്പറേഷൻ, അത് കഴിഞ്ഞ ഏതാണ്ട് 10-25 വർഷമായിട്ട് LDF-ന്റെ ഭരണത്തിലാണ്. 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിലും മൃഗീയ ഭൂരിപക്ഷത്തോടു കൂടിയാണ് LDF അവിടെ വിജയിച്ചത്. ആകെയുള്ള 55 കോർപ്പറേഷൻ വാർഡുകളിൽ 39-ലും LDF വിജയിച്ചു. UDF-ന് ജയിക്കാനായത് 9 വാർഡുകളിൽ മാത്രമാണ്. 6 വാർഡുകളിൽ NDAയും വിജയിച്ചു. പിന്നീടുള്ളത് ജില്ലാ പഞ്ചായത്താണ്. ജില്ലാ പഞ്ചായത്ത് ഭരണവും സാധാരണ നിലയിൽ LDF-നൊപ്പമാണ്. 2020 ആകെയുള്ള 26 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ 23-ഉം വിജയിച്ചുകൊണ്ടാണ് LDF ഭരണം നിലനിർത്തിയത്. അതായത് UDF-ന് ലഭിച്ചത് 3 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകൾ മാത്രമാണ്. അപ്പോൾ ആ ഒരു LDF-ന്റെ CPM-ന്റെ ഒക്കെ ഒരു അപ്രമാദിത്വം അവിടെ നമുക്ക് ആ കണക്കുകളിൽ നിന്നും വ്യക്തമാകാവുന്നതാണ്. അതിന്റെ ആ ഒരു തരംഗം നിലനിർത്തുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലമാണ് 2021 കണ്ടത്. UDF-ന്റെ അംഗബലം ഈ പറഞ്ഞതുപോലെ കരുനാഗപ്പള്ളിയിൽ CR മഹേഷ്, ഒപ്പം തന്നെ കുണ്ടറയിൽ PC വിഷ്ണുനാഥ്, ഈ 2 MLA-മാരിൽ ഒതുങ്ങി. CR മഹേഷ് 2016 കരുനാഗപ്പള്ളിയിൽ 1700-ഓളം വോട്ടുകൾക്ക് തോറ്റിരുന്നു. എന്നാൽ 2021 വന്നപ്പോൾ ഇതിന്റെ 29,000-ലധികം വോട്ടുകളുടെ ഉജ്ജ്വല ഭൂരിപക്ഷത്തോടു കൂടിയാണ് CR മഹേഷ് അവിടെ നിന്നും വിജയിച്ചത്. 2021 കോൺഗ്രസിന് ലഭിച്ച ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം അത് കരുനാഗപ്പള്ളിയിൽ CR മഹേഷിന്റേതായിരുന്നു. പിന്നീട് അത് പുതുപ്പള്ളിയിലെ ഉപതെരഞ്ഞെടുപ്പിലും ചാണ്ടി ഉമ്മനാണ് അത് മറികടന്നത്. മറ്റൊന്ന് കുണ്ടറ മണ്ഡലമാണ്. കുണ്ടറയിൽ PC വിഷ്ണുനാഥ് സിറ്റിംഗ് MLA-യും മന്ത്രിയുമായിരുന്ന J മേഴ്സിക്കുട്ടി MA ഏതാണ്ട് 4,000-ലധികം വോട്ടുകൾക്കാണ് തറപറ്റിച്ചത്. കഴിഞ്ഞ 1-ാം പിണറായി സർക്കാരിലെ തോറ്റ ഏക മന്ത്രി J മേഴ്സിക്കുട്ടി MA ആയിരുന്നു. ബാക്കിയുള്ള 9 ഇടങ്ങളിലും LDF വിജയിച്ചു. അതിൽ തന്നെ 3 മണ്ഡലങ്ങളിൽ, അതായത് ചവറ, കൊല്ലം, കുന്നത്തൂർ എന്നീ 3 മണ്ഡലങ്ങളിൽ ഒരു നേരിയ മെജോറിറ്റി മാത്രമാണ് LDF-ന് ലഭിച്ചത്. ചവറയിൽ ഏതാണ്ട് 1070 വോട്ടുകളുടെ ഭൂരിപക്ഷമായിരുന്നു. കൊല്ലത്തേക്ക് വരുമ്പോൾ അത് 2070 കുന്നത്തൂരിൽ 2700 എന്ന നിലയിലുമാണ് LDF-ന്റെ ഭൂരിപക്ഷം. ഈ 3 മണ്ഡലങ്ങളും കുറച്ചുകൂടി ഊർജിതമായിട്ട് പ്രവർത്തിച്ചിരുന്നെങ്കിൽ UDF-ന് വിജയിക്കാൻ കഴിയുന്ന സാഹചര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഇതിൽ ചവറയും കുന്നത്തൂരും RSPയുടെ മണ്ഡലങ്ങളാണ്. എന്തായാലും അവിടെ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ടാണ് 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF കൊല്ലം ജില്ലയിൽ കളത്തിലിറങ്ങിയത്. ഒരുപക്ഷെ UDF-ഓ കോൺഗ്രസോ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള അത്യുജ്വലമായ വിജയമാണ് കൊല്ലം ജില്ല 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF-ന് നൽകിയത് എന്ന് പറയാതെ നിർവാഹമില്ല. പഞ്ചായത്തുകളാകെ 68 അതിൽ 2025 തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ 32 UDF സ്വന്തമാക്കി എന്നുള്ളതാണ്. LDF-ന് ലഭിച്ചത് 33. അതായത് 17-ൽ നിന്നും 32-ലേക്ക് പഞ്ചായത്തുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ UDF-ന് കഴിഞ്ഞു. അതേസമയം 44-ൽ നിന്നും LDF-ന്റെ പഞ്ചായത്തുകളുടെ എണ്ണം 33 കുറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്തുകൾ 11 അതിൽ കഴിഞ്ഞ തവണ, അതായത് 2020 10-1 എന്ന നിലയിലായിരുന്നുവെങ്കിൽ ഇത്തവണ അത് 7-4 എന്ന നിലയിലേക്ക് മാറ്റാൻ UDF-ന് സാധിച്ചിട്ടുണ്ട്. മുനിസിപ്പാലിറ്റികളിൽ 2020 നില തന്നെ തുടർന്നു.
4 മുനിസിപ്പാലിറ്റികളിൽ 3 LDFും 1 UDFും സ്വന്തമാക്കി. ജില്ലാ പഞ്ചായത്തിൽ വലിയ മുന്നേറ്റമാണ് UDFിന് നടത്താൻ കഴിഞ്ഞത്. ഇത്തവണ വാർഡ് പുനർവിഭജനത്തിന് ശേഷം 27 ഡിവിഷനുകളാണ് ജില്ലാ പഞ്ചായത്തിൽ ഉണ്ടായിരുന്നത്. അതിൽ 17 മാത്രമാണ് LDFിന് സ്വന്തമാക്കാൻ കഴിഞ്ഞത്. 10 UDF വിജയിച്ചു. അതായത് 2020 23-3 എന്ന നിലയിലായിരുന്നുവെങ്കിൽ അത് 23 നിന്നും 17 LDFിന്റെ അംഗബലം ജില്ലാ പഞ്ചായത്തിൽ കുറഞ്ഞു. UDFിന് 3 10 വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. അത് വലിയൊരു രാഷ്ട്രീയ മുന്നേറ്റം തന്നെയാണ് കൊല്ലം ജില്ലയെ സംബന്ധിച്ച്. അവിടെ ഏറ്റവും ഒരു മിറക്കിളായിട്ട് മാറിയത് കൊല്ലം കോർപ്പറേഷൻ ഭരണമാണ്. ഏതാണ്ട് 25 വർഷത്തിലധികമായിട്ട് CPM LDF അടക്കി ഭരിച്ചിരുന്ന കൊല്ലം കോർപ്പറേഷൻ ഇത്തവണ UDF തിരിച്ചു പിടിച്ചു, കൈയടക്കി എന്നുള്ളതാണ് കൊല്ലം ജില്ലയിലെ ഏറ്റവും വലിയ ഒരു രാഷ്ട്രീയ മാറ്റം സംഭവിച്ച കാര്യം. 56 ഡിവിഷനുകളാണ് ഇത്തവണ കോർപ്പറേഷൻ ഉണ്ടായിരുന്നത്. അതിൽ കേവല ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിട്ട് മാറാൻ UDFിന് കഴിഞ്ഞു. 27 വാർഡുകളിൽ UDFിന് വിജയിക്കാൻ കഴിഞ്ഞു. LDFിന്റെ അംഗബലം 16 കുറയുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടുവന്ന് ഓർക്കണം. കഴിഞ്ഞ തവണ 2020 39 സീറ്റുകളുമായിട്ട് മികച്ച ഭൂരിപക്ഷത്തിൽ ഭരണത്തിലിരുന്ന ഒരു മുന്നണിയും പാർട്ടിയുമാണ്. അവർക്ക് അവിടെ നിന്ന് വന്നിട്ട് പകുതിയിലധികം സീറ്റുകൾ കുറയുന്ന ഒരു കാഴ്ചയാണ് കൊല്ലം കോർപ്പറേഷനിൽ കാണാൻ കഴിഞ്ഞത്. അവിടെ BJPയും കാര്യമായൊരു മുന്നേറ്റം ഉണ്ടാക്കി. അതിന് 12ഓളം വാർഡുകളിൽ വിജയിക്കാൻ BJPക്ക് സാധിച്ചു. അങ്ങനെ കൊല്ലത്ത് ഇക്കഴിഞ്ഞ 2025 തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം നോക്കുകയാണെങ്കിൽ UDFിനെ സംബന്ധിച്ച് തിളക്കമാർന്ന ഒരു വിജയമാണ് സ്വന്തമാക്കാൻ കഴിഞ്ഞത്. സമസ്ത മേഖലകളിലും, പഞ്ചായത്ത് തലത്തിലാണെങ്കിലും, മുനിസിപ്പാലിറ്റികളാണെങ്കിലും, ജില്ലാ പഞ്ചായത്തിലാണെങ്കിലും, കോർപ്പറേഷനിലാണെങ്കിലും എല്ലായിടങ്ങളിലും ഉജ്ജ്വലമായിട്ടുള്ള ഒരു വിജയം അവർക്ക് നേടാൻ കഴിഞ്ഞു. അതിന്റെ ഒരു ആത്മവിശ്വാസത്തിലാണ് ഈ UDFും അതിനെ നയിക്കുന്ന കോൺഗ്രസും ഉള്ളത്. ഈ പറയുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം നിയമസഭാ സീറ്റുകളിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ നിലവിൽ ഏതാണ്ട് 4 സീറ്റുകളിൽ UDFിന് ലീഡുണ്ട്. മറ്റ് 3 ഇടങ്ങളിൽ നേരിയ മാർജിനിലാണ് LDFിന് അവിടെ ലീഡുള്ളത്. അത് കൊട്ടാരക്കര, നിലവിൽ ധനമന്ത്രിയായിട്ടുള്ള KN ബാലഗോപാലിന്റെ മണ്ഡലമായ കൊട്ടാരക്കരയിൽ LDFിന് ലീഡ് വെറും 144 വോട്ടുകൾ മാത്രമാണ്. ഇരവിപുരത്ത് LDFിന് ലീഡ് 103 മാത്രമാണ്. അത്തരത്തിൽ നേരിയ മാർജിനിൽ LDF ലീഡ് ചെയ്യുന്ന പല മണ്ഡലങ്ങളും കൊല്ലം ജില്ലയിലുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നിലവിലെ ഈ പറയുന്ന കരുനാഗപ്പള്ളിയും കുണ്ടറയും നിലനിർത്തുന്നതിനൊപ്പം തന്നെ ചുരുങ്ങിയത് ഒരു 4-5 സീറ്റുകളിൽ കൂടി അധികമായിട്ട് UDFിന് വിജയിക്കാവുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉരുത്തിരിഞ്ഞിട്ടുണ്ട് എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ചവറയിൽ കഴിഞ്ഞ തവണ കൈവിട്ട ചവറ നിയമസഭാ മണ്ഡലത്തിൽ ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം കഴിയുമ്പോൾ ഏതാണ്ട് 7000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം UDFിന് ലഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ പത്തനാപുരം മണ്ഡലം കഴിഞ്ഞ 25 വർഷമായിട്ട് KP ഗണേഷ് കുമാറിന്റെ മണ്ഡലമാണ്. നിലവിലെ ഗതാഗത മന്ത്രിയാണ്. അവിടെ ഏതാണ്ട് 2700ഓളം വോട്ടുകൾക്ക് UDF ലീഡ് ചെയ്തു എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം. മാത്രവുമല്ല പത്തനാപുരം നിയമസഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്ന പഞ്ചായത്തുകളിൽ 8 6-ലും UDF വിജയം കൈവരിച്ചു. ബ്ലോക്ക് പഞ്ചായത്തിൽ വിജയിച്ചു. ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ 1 വിജയിക്കാൻ കഴിഞ്ഞു. അത് UDF ഇതുവരെ വിജയിക്കാത്ത ഒരു ഡിവിഷനാണ്. അപ്പോൾ അത്തരത്തിൽ വലിയ മുന്നേറ്റം പത്തനാപുരം നിയമസഭാ മണ്ഡലത്തിന് പരിധിയിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞു. അങ്ങനെ കൊല്ലം ജില്ലയിൽ മൊത്തത്തിൽ നോക്കുമ്പോൾ വലിയ ഒരു UDF തരംഗം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാണാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു തരംഗം നിലനിർത്താൻ കഴിയുമെന്നാണ് UDF വിശ്വസിക്കുന്നത്. ഒപ്പം തന്നെ ഇതിനിടയ്ക്ക് 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം കൂടി നമുക്കൊന്ന് പരാമർശിക്കാതെ നിർവാഹമില്ല. ഈ പറയുന്ന കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിന് കീഴിൽ ചവറ, പുനലൂര്, ഇരവിപുരം, ചടയമംഗലം, ചാത്തന്നൂര് ഒക്കെ ഉള്ള കൊല്ലം ഉൾപ്പെടെയുള്ള നിയമസഭാ മണ്ഡലങ്ങളാണ് വരുന്നത്. ആ 7 നിയമസഭാ മണ്ഡലങ്ങളിലും UDFിനായിരുന്നു മേൽക്കൈ. കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ NK പ്രേമചന്ദ്രൻ വിജയിച്ചത് 1.5 ലക്ഷത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് എന്നോർക്കണം. ഒരു മണ്ഡലമായ കരുനാഗപ്പള്ളി ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിലാണ് വരുന്നത്. മറ്റു 3 മണ്ഡലങ്ങൾ, അതായത് കുന്നത്തൂര്, കൊട്ടാരക്കര, പത്തനാപുരം, ഈ 3 മണ്ഡലങ്ങൾ മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിലുമാണ് വരുന്നത്. അപ്പോൾ കൊല്ലത്തെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം നോക്കുകയാണെങ്കിലും UDFിന്റെ ഒരു അപ്രമാദിത്വം നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു ട്രെൻഡാണെന്ന് പറഞ്ഞ് നമുക്ക് അവഗണിക്കാമെങ്കിൽ പോലും തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം നോക്കുമ്പോൾ അത് അങ്ങനെയല്ല. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കുറച്ചുകൂടി നിയമസഭാ തെരഞ്ഞെടുപ്പുമായിട്ട് നമുക്ക് ചേർത്ത് വായിക്കാവുന്ന ഫലങ്ങളാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ UDF ഇത്തവണ വലിയ പ്രതീക്ഷ വെച്ചു പുലർത്തുന്ന ഒരു ജില്ലയാണ് കൊല്ലം. കാരണം 100 സീറ്റുകളുമായിട്ട് അധികാരത്തിലെത്തണം എന്നുണ്ടെങ്കിൽ കൊല്ലത്ത് 11 നിയമസഭാ സീറ്റുകളുള്ള കൊല്ലത്ത് മികച്ചൊരു വിജയം UDFിന് അനിവാര്യമാണ്. അവിടെ അത്തരമൊരു വിജയം നേടാൻ കഴിയുമെന്ന പ്രതീക്ഷ UDFിനുണ്ട്. അത്തരമൊരു രാഷ്ട്രീയ ചിത്രമാണ് നമുക്ക് കൊല്ലത്ത് നിന്നും നിലവിൽ വായിച്ചെടുക്കാൻ കഴിയുന്നത്.